സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്ക് ഗീതയുടെ തുടർച്ചയെന്നോണം അർജുനൻ്റെ യുദ്ധരംഗത്തുള്ള പ്രവേശവും അർജുനന് ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് കാണാനുള്ള വ്യഗ്രതയും ഇന്നലെ കണ്ടു. അതിനുശേഷം ഒരേയൊരു വാചകം, ഒരേയൊരു വാക്യം അല്ലെങ്കിൽ ഒരേയൊരു വാക്ക്, പശ്യ എന്ന വാക്ക്, കണ്ടോളൂ, കണ്ടാലും എന്ന ഒറ്റ വാക്കുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ യുദ്ധം വേണ്ട, യുദ്ധം സർവനാശകരമാണ്, യുദ്ധം സ്വജനഹത്യയാണ്, ഈ യുദ്ധത്തിൽ ജയിച്ചാലും എനിക്ക് ഗുണമേതുമില്ല എന്നൊക്കെയുള്ള മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സഞ്ജയൻ്റെ ശബ്ദം മെല്ലെ മെല്ലെ പുറത്തേക്ക് വരികയാണ് ഇന്ന് മുതൽ. അതിനു മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഗീതയിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം എന്നും എപ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. ശ്രീകൃഷ്ണൻ ഓരോ പ്രതിസന്ധി ഘട്ടത്തെയും എങ്ങനെയാണ്, എത്ര സരളമായാണ്, എത്ര നിസ്സാരമായാണ് പരിഹരിക്കുന്നത് എന്നത് ശ്രീകൃഷ്ണൻ്റെ ഇളകാത്ത യോഗാവസ്ഥയെ, ആരൂഢാവസ്ഥയെ, യോഗാരൂഢാവസ്ഥയെ കാണിക്കുന്നു. ഇവിടെ മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും, അവർ കഥാപാത്രങ്ങളല്ല, ചരിത്ര നായകന്മാരാണ്, അതിനെ ഒരു മനോഹരമായ കഥയാക്കി ചമച്ചത് വ്യാസാചാര്യരാണ്. അങ്ങനെയെങ്കിൽ ആ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെയും മനസ്സിന് ഇളക്കം തട്ടുന്നുണ്ട് പലപ്പോഴായി. എന്നാൽ ഒട്ടും തന്നെ മനഃചാഞ്ചല്യമില്ലാത്ത ഒരേ ഒരു കഥാപാത്രത്തെയെ, ഒരു കേന്ദ്ര പുരുഷനെയെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കൂ. അത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്. നമ്മിൽ പലർക്കും ഒരു ധാരണയുണ്ട്, ഭീഷ്മാചാര്യർ പരിപൂർണ സംശുദ്ധനാണ് എന്ന്, അല്ലെങ്കിൽ ഭീഷ്മാചാര്യർക്ക് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ ശക്തി കൊണ്ട് യുദ്ധം ജയിക്കാനാവുമെന്നൊരു ധാരണ പലർക്കുമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത്, വരുന്ന പറ്റി, അല്ലെങ്കിൽ നൺസ്, സ്ത്രീകൾ, അവർ വളരെ ഇൻസെൻസിറ്റീവായിരിക്കും. മറ്റുള്ളവരുടെ വേദനകളോട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളോട് ഒരു ഇൻസെൻസിറ്റീവായിട്ടുള്ള രീതിയാണ് അവർ പലപ്പോഴും എടുക്കാറുള്ളത്. അതിൻ്റെ കാരണം ഈ ബ്രഹ്മചര്യം എന്ന ആശയത്തെ തെറ്റായി ധരിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസദേവനും ഭഗവാൻ രമണ മഹർഷിയും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബ്രഹ്മചര്യം, സന്യാസം അല്ലെങ്കിൽ നിഷ്ഠ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് തീർത്തും ഡ്രൈ ആയിട്ടുള്ള, വളരെ ഋണാത്മകമായിട്ടുള്ള ഒരർത്ഥം കിട്ടിയേനെ.
ഒരുപക്ഷെ ഈ മഹാത്മാക്കളുടെ സാന്നിധ്യമാണ് ഇത് ആനന്ദകരമായൊരവസ്ഥയാണ്, ബ്രഹ്മചര്യം ആനന്ദകരമായ അവസ്ഥയാണ്, ബ്രഹ്മചര്യം കാരുണ്യമാണ് എന്നൊക്കെ മനസ്സിലാവുന്നത്. ബ്രഹ്മചര്യം എല്ലാവർക്കും വേണമോ? ഒരു ചോദ്യമാണ്. ബ്രഹ്മചര്യം എല്ലാവരും എടുക്കണോ? നോക്കൂ, അറിഞ്ഞോ അറിയാതെയോ വിവേകാനന്ദ സ്വാമികളുടെ ഒരു ഉദ്ധരണിയാണ്. നോവിങ്ലി ഓർ അൺനോവിങ്ലി എവ്രി സോൾ ഇസ് മൂവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയായാലും പൂർണ്ണതയിലേക്കാണ് യാത്ര. അനേക ജന്മങ്ങൾ കൊണ്ടായിരിക്കും ചിലർ തിരിച്ചറിയുന്നത്, ചിലർ ഈ ജന്മം തന്നെ തിരിച്ചറിയും. ചിലർ ഈ ജന്മം തന്നെ ഹിന്ദുധർമ്മത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും. ചിലർ അനേക ജന്മങ്ങൾ മറ്റു പല മതങ്ങളിലും മറ്റ് സംസ്കാരങ്ങളിലും കറങ്ങി നടന്ന് ഹിന്ദുധർമ്മത്തിൽ അവസാനം വന്ന് ഈ തത്വത്തെ ഗ്രഹിച്ച് മോക്ഷം നേടും. മോക്ഷം നേടണമെങ്കിൽ ഹിന്ദുധർമ്മത്തിൻ്റെ മോക്ഷശാസ്ത്രങ്ങളെ പഠിക്കുക തന്നെ വേണം, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ആദർശം തെറ്റാണെങ്കിൽ, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ആശയം തെറ്റാണെങ്കിൽ, എത്ര തന്നെ വലിയ മേധാശാലിയാണെങ്കിലും അബദ്ധം പണയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മചര്യം ആവശ്യമാണോ എന്തെങ്കിലും ശാസ്ത്രം പഠിക്കാനെന്ന് ചോദിച്ചാൽ, ഗൃഹസ്ഥന് വിവാഹം ചെയ്തയാൾക്ക് അബ്രഹ്മചര്യമാവാമെന്ന് ചരക സംഹിതയിലുണ്ട്. അബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യത്തിൻ്റെ വിപരീതമാണ്. അബ്രഹ്മചര്യം എന്നാൽ കുത്തഴിഞ്ഞ ജീവിതമെന്നല്ല അർത്ഥം. അബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തിഥികളെ നോക്കിക്കൊണ്ട് ഏതൊക്കെ തിഥികളിൽ ഭാര്യയുമായി കിടക്ക പങ്കിടുന്നതാണോ ഉചിതം എന്ന് നോക്കി തിഥി അനുസരിച്ച് മാത്രം പുത്രോത്പാദനത്തിനായിക്കൊണ്ടും അല്ലാതെയും തിഥികളെ നോക്കിക്കൊണ്ട് വേണം സ്ത്രീ പുരുഷ സംഗമെന്ന് ചരക ആചാര്യൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം അബ്രഹ്മചര്യമാവാം, ഗൃഹസ്ഥനാവാം. ഞാനിങ്ങനെ പറഞ്ഞു കേട്ട ഉടനെ ചില ആസാമിമാരുണ്ടല്ലോ, അപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് സ്ഥിരം പരിപാടി ചെയ്യണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഗൃഹസ്ഥന്മാർക്കാണ് അബ്രഹ്മചര്യത്തിന് അവകാശമുള്ളത്. ബ്രഹ്മചര്യ വ്രതമെടുത്ത് ഗുരുവിങ്കൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് സന്യാസത്തിലേക്ക് പോകുന്ന ആൾ ഒരു കാരണവശാലും അഷ്ടവിധ മൈഥുനങ്ങളിൽ പെടാൻ പാടില്ല. 8 തരത്തിലുള്ള സ്പർശമാവട്ടെ ചിന്തയാവട്ടെ അത്തരത്തിലൊരു തരത്തിലുള്ള മൈഥുനത്തിലും സന്യാസത്തിലേക്ക് പോകുന്ന ബ്രഹ്മചാരി പെടാൻ പാടുള്ളതല്ല. പക്ഷേ പൂർവ്വകാലത്ത് ഹിന്ദുക്കളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 25 വർഷം പശ്യേമ ശരദശതം എന്നാണ് നമ്മൾ കുട്ടികളെ ആശീർവദിക്കുക. എന്ന് വെച്ചാൽ 100 ശരത്കാലങ്ങൾ നീ കാണട്ടെ, അതിന് നിനക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ, 100 വയസ്സ് വരെ നീ ജീവിക്കട്ടെ. പണ്ടൊരു പൂർണ്ണ ആരോഗ്യവാൻ്റെ ആയുസ് 100 എന്ന് കണക്കാക്കിയിരുന്നു. അതിൽ ആദ്യത്തെ 25 വർഷം അവൻ വേദാദി സച്ഛാസ്ത്രങ്ങളെ, കുലത്തിൻ്റെ ശാസ്ത്രങ്ങളെ പഠിക്കാൻ വിനിയോഗിക്കേണ്ടതാണ്. എന്താണോ തൻ്റെ കുലത്തിലുള്ള ശാസ്ത്രങ്ങൾ അവയെ പഠിക്കാൻ, സച്ഛാസ്ത്രങ്ങളെ പഠിക്കാൻ, ധർമ്മബോധം പഠിക്കാൻ ഒക്കെ വിനിയോഗിക്കേണ്ടതാണ് ആദ്യത്തെ 25 വർഷം. ആ ആദ്യത്തെ 25 വർഷം അവൻ ബ്രഹ്മചാരി ആയിരിക്കണം. ആ 25 വർഷം സ്റ്റുഡൻസ് ലൈഫ് എന്ന് പറയാം. ആ സ്റ്റുഡൻസ് ലൈഫിൽ ഒരു കാരണവശാലും അഷ്ടവിധ മൈഥുനങ്ങളെ പ്രാപിക്കാൻ പാടുള്ളതല്ല. അത് കഴിഞ്ഞ് അവന് അതുപോലെ തന്നെ സംസ്കാരം ഉൾക്കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയുമായി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള 25 വർഷം അവർ തമ്മിൽ ഇണ ചേരാം. അതേ സമയത്ത് അത് തിഥികൾ നോക്കിയും നിയമങ്ങളനുസരിച്ചുമായിരിക്കണം. അങ്ങനെ അബ്രഹ്മചര്യമാവാം. ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം പാലിക്കണം, അടുത്ത 25 വർഷം അബ്രഹ്മചര്യമാവാം. ധർമ്മത്തിനനുസരിച്ച്, കുത്തഴിഞ്ഞ് കൂത്താടിയ ജീവിതം നല്ല അർത്ഥം, ധർമ്മത്തിനനുസരിച്ച് അബ്രഹ്മചര്യമാവാം, പുത്രോത്പാദനമാവാം, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. കുട്ടികൾ അവരുടെ വിവാഹം കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ഗാർഹസ്ഥ്യം 25 വർഷം കഴിഞ്ഞാൽ അവർ കൂടുതൽ ഉള്ളിലേക്ക് തിരിയണം. എന്ന് വെച്ചാൽ കൂടുതൽ മനനശീലരായി മാറണം, തത്വം ഗ്രഹിക്കണം, സച്ഛാസ്ത്രങ്ങളെ വീണ്ടും ശ്രവിക്കണം, ബ്രഹ്മചര്യകാലത്ത് പഠിച്ചവയെ വീണ്ടും കൂടുതലായി സമയം ചെലവഴിച്ച് സ്മരിക്കണം, കുടുംബകാര്യങ്ങളിൽ വല്ലാതെ തലയിടാതിരിക്കണം. അതിനുശേഷം സ്വാഭാവികമായി അവർ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കും. അങ്ങനെ സന്യാസം താനേ സംഭവിക്കും. ഇങ്ങനെയായിരുന്നു പഴയ ക്രമം. ഇപ്പോൾ ആ ക്രമം പോയതുകൊണ്ട്, ഇപ്പോൾ ക്രമം പോയെന്ന് മാത്രമേ അക്രമമാവുകയും ചെയ്തു. അപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാലത്ത് കേരളത്തിലൊക്കെ കാണപ്പെടുന്ന ശബരിമല ബ്രഹ്മചര്യ വ്രതം വളരെ സവിശേഷമാണ്. ഒരു മണ്ഡലകാലം 48 ദിവസം അല്ലെങ്കിൽ 41 ദിവസം
ഈ ബ്രഹ്മചാരി എങ്ങനെ ജീവിത സൗകര്യങ്ങളെടുത്ത് ബ്രഹ്മചര്യം ദിവസം അത് ജീവിതാന്ത്യം വരെ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പൊതുവെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന മൈഥുനങ്ങളും നിഷിദ്ധമാണ്. കാരണം മൈഥുനം കൊണ്ട് അവന് ഏകാഗ്രത കുറയുന്നു എന്നത് സ്പഷ്ടമായ കാര്യമാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ അവൻ വിദ്യയെ ഉപാസിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തലം അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ തലത്ത് ശ്രീകൃഷ്ണനെ പോലൊരാൾ ഗീതയിൽ നിൽക്കുന്നു. ശ്രീകൃഷ്ണനാവട്ടെ വിവാഹിതനാണ്, കുടുംബസ്ഥനാണ്, എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മചാരിയുമാണ്. അത് മറ്റൊരു തലമാണ്. അതെന്താണ്? അതാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്. ശരീരം അതിൻ്റെ പ്രാരബ്ധമായ കർമ്മങ്ങളിൽ ഇടപെടുമ്പോഴും യോഗിയുടെ മനസ്സ് പരിപൂർണ നിശ്ചലാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഇത് ഒരിക്കലും മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതല്ല. ബ്രഹ്മാനന്ദാവസ്ഥയിൽ ഉള്ള സഹജ സമാധിയിലുള്ളൊരു മഹാത്മാവിന് മാത്രമേ അത്തരത്തിൽ ലൗകിക കാര്യത്തിൽ ഇടപെടുകയും അതേ സമയത്ത് തൻ്റെ സമാധി അവസ്ഥ വിടാതിരിക്കുകയും ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റേത്. അമ്മ എപ്പോഴും ആശ്രമത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ജോലി, വെറുതെ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്നല്ലെങ്കിൽ ശിഷ്യന്മാരുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും മുറ്റമടിച്ചുകൊണ്ടെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാതെ അമ്മയെ കാണാൻ സാധിക്കില്ല. എപ്പോഴും ബിസിയാണ്. അതേ സമയത്ത് അമ്മയുടെ ആ പ്രേമം നിറഞ്ഞ പുഞ്ചിരിക്ക് വ്യത്യാസം വരുന്നില്ല. അവിടുത്തെ ഹൃദയത്തിലെ ശോകം തട്ടുന്നില്ല. അത് പൂർണ്ണമായും ആനന്ദമഗ്നമാണ്. അത് സഹജ സമാധിയുടെ ലക്ഷണമാണ്. ഭഗവാൻ രമണ മഹർഷിയും ഇപ്രകാരം സഹജ സമാധി അനുഭവിച്ചിരുന്നു. സഹജ സമാധി ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്. ഇവിടെ നമ്മൾ ഗീതയിൽ കാണുന്ന ശ്രീകൃഷ്ണനും സാധാരണക്കാരനാണെന്ന് കരുതരുത്. സാക്ഷാൽ നാരായണൻ്റെ പൂർണ്ണാവതാരവും സ്വയം തന്നെ യോഗിയുമാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് അർജുനന് ഇതുവരെ യോദ്ധാവായി സുശക്തമായ മനസ്സാണെന്ന് കരുതി പടച്ചട്ട അണിഞ്ഞു വന്ന അർജുനന് ബന്ധുക്കളെ കണ്ടപ്പോൾ അടിത്തട്ടിൽ നിന്ന് ശോകം ഉയർന്നു വന്നു. നമ്മളും ഇങ്ങനെയാണ്. നമ്മൾ ജപിക്കും, 1 മണിക്കൂർ ജപിക്കും, എന്നിട്ട് വളരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ ഇനിയൊന്നും ബാധിക്കില്ലെന്ന് പറയും. അപ്പോഴായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണവാർത്ത വരുന്നത്. അത് നമ്മളെ ഉലച്ചു കളയും. അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്നു. എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഈ വികാരങ്ങളെല്ലാം തൽക്കാലം ശമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവ വേരോടെ കത്തിപ്പോയിട്ടില്ല. ബീജമടക്കം നിർബീജമായിട്ടില്ല. അതിന് യോഗാവസ്ഥയെ പ്രാപിക്കണം. അങ്ങനെയുള്ള യോഗാവസ്ഥ ഒരു യുദ്ധരംഗത്തിൽ പോലും മുമ്പിൽ തന്നെ കൊല്ലാൻ വരുന്ന ഘാതകർ നിൽക്കുമ്പോൾ പോലും എങ്ങനെ നേടിയെടുക്കാമെന്ന അതിസൂക്ഷ്മമായ രഹസ്യമായ വിദ്യയാണ് ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. അത് ലോകായോധനമാണെങ്കിലും ജീവിതായോധനമാണെങ്കിലും യഥാർത്ഥ ആയോധനമാണെങ്കിലും ജീവിതത്തിൽ സഹജാവസ്ഥയെ പ്രാപിച്ചിട്ട് എങ്ങനെ ഇതിലിടപെടാമെന്നുള്ളതാണ് ഗീത പഠിപ്പിക്കുന്നത്. അതിന് നമ്മൾ മാതൃകയാക്കേണ്ട ഭീഷ്മരെയല്ല, ദ്രോണരെയല്ല, കൃപരെയല്ല, ദുര്യോധനെയല്ല, അർജുനനെയല്ല, പാണ്ഡവന്മാരെ ആരെയുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഭീഷ്മർ ചെയ്ത ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛന് വിവാഹം കഴിക്കാൻ വേണ്ടി സ്വയം ബ്രഹ്മചര്യം അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അച്ഛന് വിവാഹം ആലോചിക്കാൻ വേണ്ടി ഒരു പക്ഷേ ചരിത്രത്തിൽ പോയ ഒരു മകൻ ഭീഷ്മരായിരിക്കും. ധർമ്മത്തിൻ്റെ ക്രമത്തെ തെറ്റിച്ചുകൊണ്ടുള്ള ബ്രഹ്മചര്യമാണ് അവിടെ സംഭവിച്ചത്. അച്ഛൻ്റെ ഭൗതിക സുഖത്തിന് വേണ്ടി, അച്ഛന് ലൗകിക സുഖമുണ്ടാവാൻ വേണ്ടി മകൻ പെണ്ണ് കാണാൻ പോയതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് അവസാന ഘട്ടത്തിൽ ഭീഷ്മർക്ക് അനുഭവിക്കേണ്ടി വന്നത്. മാത്രവുമല്ല, വിവാഹവേദിയിൽ നിൽക്കുന്ന സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വിവാഹം ചെയ്യിച്ചതും പാപമായി തീർന്നു. ഇങ്ങനെ മഹാഭാരതത്തിൻ്റെ പൂർവ്വവൃത്താന്തം പരിശോധിക്കുമ്പോൾ ഭീഷ്മർ ചെയ്തതിലെല്ലാം അധർമ്മത്തിൻ്റെ ഒരു അംശം പറ്റിയിരുന്നു ആദ്യം. പിന്നീട് എത്ര കാലം ബ്രഹ്മചര്യം പാലിച്ചിട്ടും പഴയ കർമ്മം ഒട്ടും വിടാതെ അദ്ദേഹത്തെ പിന്തുടർന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഈ മഹാഭാരത യുദ്ധഭൂമി മറ്റേതൊരു യോദ്ധാവിനേക്കാളും യുദ്ധശക്തിയും ശേമുഷിയും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പതിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ അധർമ്മങ്ങൾ പോലും
തിരിച്ചു വരുമെന്നുള്ളത് സ്പഷ്ടമാണ്. ഭീഷ്മർക്ക് വന്നുവെങ്കിൽ, ആജന്മ ബ്രഹ്മചാരിയായ ഭീഷ്മർക്ക് വന്നുവെങ്കിൽ നമ്മെപ്പോലെയുള്ള സാധാരണക്കാർക്കത് വരാതിരിക്കില്ല. അതുകൊണ്ടാണ് ഓരോ കർമ്മത്തിലും അതിസൂക്ഷ്മമായ വിവേകശക്തി ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം. അതുതന്നെയാണ് ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇവരെല്ലാം കണ്ട ശേഷം അർജുനനുണ്ടായ അവസ്ഥയെയാണ് പറയാൻ പോകുന്നത്. താൻ സമീക്ഷ്യ സ കൗന്തേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദം അബ്രവീത്. അവിടെ കൂടി നിന്ന തൻ്റെ ബന്ധുജനങ്ങളെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ ദുർബലമായൊരു ദയാവികാരം ഉണർന്ന്, ഇവരെയൊക്കെ ഞാൻ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് രാജ്യമെന്ന ഒരു ദയ ഉണർന്നിട്ട്, കരച്ചിൽ വന്നിട്ട്, വിഷാദം വന്നിട്ട്, ഡിപ്രഷൻ വന്നിട്ട് വിഷീദൻ ഇദം അബ്രവീത്. എന്താ പറഞ്ഞത്? വിഷമിച്ചിട്ട് എന്തു പറഞ്ഞു? ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം കണ്ടിട്ട്, താൻ സമീക്ഷ, അവിടെ എല്ലാവരെയും കണ്ടിട്ട് വിഷീദൻ ഇദം അബ്രവീത്, വിഷമിച്ചിട്ട് വ്യസനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അർജുന ഉവാച. എന്താ പറഞ്ഞത്? ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ. ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഗീതയിൽ കൃഷ്ണ എന്ന ശബ്ദം പറയുന്നത്. കൃഷ്ണ എന്നൊരു ശബ്ദം പറയുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. ഹേ കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, യുയുത്സും യുദ്ധം ചെയ്യുവാൻ ഇച്ഛയോടുകൂടിയിരിക്കുന്ന എൻ്റെ സ്വജനങ്ങളെ, എൻ്റെ ബന്ധുക്കളെ ഞാൻ കാണുന്നു. അവരെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അപ്പോൾ കൃഷ്ണ ശബ്ദം പറഞ്ഞുവല്ലോ. കൃഷ്ണ ശബ്ദത്തിന് 3 പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ്. സദാനന്ദാത്മക കൃഷ്ണ, സദാനന്ദമാണ് കൃഷ്ണൻ. ഒരിക്കലും പറ്റാത്ത, നേരത്തെ പറഞ്ഞുവല്ലോ, ഏത് പ്രതിസന്ധിയിലും തളരാത്ത അവിഛിന്നമായ ആനന്ദത്തിൻ്റെ പേരാണ് കൃഷ്ണൻ എന്നത്. സദാനന്ദാത്മക കൃഷ്ണ, സച്ചിദാനന്ദാത്മക കൃഷ്ണ എന്നും പറയാം. സത്തയെയാണ് ഇവിടെ ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ എന്ന് വിളിച്ചിരിക്കുകയാണ്. എന്താ കാരണം? വിഷാദത്തിൽ നിൽക്കുന്ന, വിഷമം തുടങ്ങിയിട്ടുള്ള, വിഷമത്തിൻ്റെ രക്തം പൊടിഞ്ഞു തുടങ്ങിയ അർജുനൻ്റെ മനസ്സിൽ നിന്ന് അർജുനൻ പറയാണ് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ. കൃഷ്ണ, ഞാൻ സ്വജനത്തെ കാണുന്നു. കൃഷിർഭൂവാചക ശബ്ദോ. കൃഷ് ശബ്ദത്തിന് ഭൂ എന്നാണ് ശബ്ദം. ഭൂമി എന്നും അർത്ഥം പറയാം. എക്സിസ്റ്റൻസ്, അസ്തിത്വം എന്നർത്ഥം പറയാം. ഈ ലോകത്തിൽ ഏതൊരു ശക്തിയിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിക്കുന്നത്, ഏതൊന്നിലാണോ ഇതിൻ്റെ നിലനിൽപ്പ്, ഏതൊന്നിലേക്കാണോ ഇത് തിരിച്ചു ചേരുന്നത്, അങ്ങനെയുള്ള പരമാത്മശക്തിയെ, എക്സിസ്റ്റൻസിനെ, അസ്തിത്വത്തെയാണ് കൃഷ് ധാതു പറയുന്നത്. കൃഷിർ ഭൂവാചകം. കൃഷി എന്നത് ഭൂവാചക ശബ്ദമാണ്. പിന്നെ നകാരം എന്താണ്? കൃഷ്ണൻ്റെ നകാരം നിർവൃതി ശബ്ദമാണ്, നിർവൃതി വാചകമാണ്, ആനന്ദമാണ്. അപ്പോൾ സത്തയും എക്സിസ്റ്റൻസും ആനന്ദവും ആരൊരുവനിൽ ഒരുമിച്ച് നിൽക്കുന്നോ അവൻ്റെ പേര് കൃഷ്ണൻ. കൃഷിധാതുവിനർത്ഥം സത്ത എന്നാണ്, എക്സിസ്റ്റൻസ് എന്നാണ്. ഏതൊന്നിൽ നിന്നാണോ സകല പ്രപഞ്ചവും ഉണ്ടാവുന്നത്, ഏതൊന്നിലാണോ സകല പ്രപഞ്ചവും നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ സകല പ്രപഞ്ചവും വിലയം പ്രാപിക്കുന്നത്, ആ കൃഷിധാതുവിനർത്ഥം സത്ത എന്നാണ്. നകാരം എന്താണ്? നിർവൃതിവാചകമാണ്, ആനന്ദവാചകമാണ്. സത്തയും ആനന്ദവും ചേർന്ന സച്ചിദാനന്ദ സ്വരൂപത്തെയാണ് കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് കൃഷ്ണോ ഭവതി ശാശ്വത. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ശാശ്വതനാണ്, മരണമില്ലാത്തവനാണ്, ഇറ്റേണലാണ്. എനിക്ക് തോന്നുന്നു ലോക
മതങ്ങളും എടുത്താലും ഇത്രയധികം ആളുകൾ പ്രേമിക്കുന്ന, ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദേവതാ സങ്കല്പമില്ല ലോകമെമ്പാടും. കൃഷ്ണ ശബ്ദത്തിൻ്റെ ശക്തിയാണ്. കൃഷ്ണ എന്ന് എവിടെ ഉച്ചരിച്ചാലും അവിടെ ശോകത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം കൃഷ്ണൻ ആരാണ്? ആനന്ദാത്മകനാണ്. സദാനന്ദാത്മക കൃഷ്ണ, സദാനന്ദാത്മക ശബ്ദമാണ് കൃഷ്ണൻ. ആനന്ദം തന്നെയാണ് കൃഷ്ണൻ. എവിടെ കൃഷ്ണ ശബ്ദം ഉച്ചരിക്കുന്നുവോ അവിടെ ദുഃഖത്തിന് നിലനിൽപ്പില്ല. ഈ ശബ്ദത്തിൻ്റെ ശക്തി പറയുകയാണ് ഞാൻ. കൃഷ്ണ എന്നൊരു ശബ്ദം ആരെങ്കിലും ഉച്ചരിച്ചോ അത് അവൻ്റെ ശോകമില്ലാതാക്കി, അവൻ്റെ ദുഃഖമില്ലാതാക്കി, അവനെ സ്വസ്ഥനാക്കുമെന്ന കാര്യത്തിൽ തർക്കമോ സംശയമോ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ അറിയാതെ അർജുനൻ അതാണല്ലോ നേരത്തെ പറഞ്ഞത്, വിഷീതൻ ഇതമബ്രവീത്, ദുഃഖിച്ചിട്ട് വ്യസനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. വ്യസനിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയ വാക്കിൽ ആദ്യത്തെ നാമം കൃഷ്ണ എന്നായത് വെറുതെയല്ല. സ്വജനത്തെ കണ്ടിട്ടുണ്ടായ അങ്കലാപ്പും വേദനയും മാറാൻ വേണ്ടി അറിയാതെ ഒരു ജീവൻ വിളിക്കുന്ന ശബ്ദമാണ് കൃഷ്ണ എന്നത്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, യുയുത്സും സമുപസ്ഥിതം സീദന്തി മമഗാത്രാണി മുഖഞ്ച പരിശുഷ്യതി വേപധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. ഡിപ്രഷൻ്റെ വിസിബിൾ സൈൻസാണ്. മനസ്സിൽ ശോകം, ദുഃഖം ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ശരീരം വിറയ്ക്കും, അല്ലേ? ശരീരം വിറയ്ക്കും, വാക്കിടറും, കണ്ണ് നിറയും, വിയർപ്പ് ദേഹത്ത് പൊടിയും. ഇതൊക്കെ പറയുന്നുണ്ട് ഇവിടെ. ഹേ കൃഷ്ണ, അല്ലയോ സത്താത്മകനായ, സദാനന്ദാത്മകനായ, സച്ചിദാനന്ദ സ്വരൂപനായ, ശാശ്വതനായ കൃഷ്ണ. കൃഷ്ണൻ ശാശ്വതനാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണൻ ശാശ്വതമാവുന്നത്? സത്ത ശാശ്വതമാണ്, ആനന്ദവും ശാശ്വതമാണ്. ഇങ്ങനെ രണ്ട് ശാശ്വതമായ വസ്തുക്കൾ ചേർന്നാണ് ഒന്നായിരിക്കുന്നത്. കൃഷ് ധാതുവിന് സത്ത എന്നാണ് അർത്ഥം, നകാരത്തിന് ആനന്ദം എന്നാണ് അർത്ഥം, നിർവൃതി എന്നാണ് അർത്ഥം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സദാനന്ദം എന്നാണ് അർത്ഥം. ഇറ്റേണൽ ജോയ്, ഇറ്റേണൽ ഹാപ്പിനെസ്, ദറ്റ് ഈസ് കൃഷ്ണ. ഗാന്ധാരി ഉഗ്രശാപം കൊടുത്തപ്പോഴും, ഇത്രയും പേര് കളിയാക്കിയപ്പോഴും, പലരും കള്ളനെന്ന് വിളിച്ചപ്പോഴും, കൊല്ലാനായി അടുത്ത ആയിരക്കണക്കിന് ഭൂതശക്തികളെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു മഹാത്മാവേ, ഒരു അവതാരമേ ലോകത്തുള്ളൂ. അത് ശ്രീകൃഷ്ണനാണ്. മരണത്തിന് മുമ്പിൽ പേടിച്ചിട്ട് ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് അലറിക്കരഞ്ഞില്ല കൃഷ്ണൻ. കൃഷ്ണൻ മരണത്തെ ആദ്യമേ ജയിച്ചു കഴിഞ്ഞു. അതിനുള്ള വിദ്യയാണ് കൃഷ്ണൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് പഠിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സീദന്തി മമ ഗാത്രാണി, എൻ്റെ ശരീരം ഇങ്ങനെ വിറക്കുകയാണ് കൃഷ്ണ, തളരുകയാണ്, തളർന്നു പോവുകയാണ്. സീദന്തി എന്ന് പറഞ്ഞാൽ തളരുക, എൻ്റെ ശരീരം തളരുകയാണ് കൃഷ്ണ. മുഖഞ്ച പരിശുഷ്യതി, വായ ഉണങ്ങണം. മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം. വായ ഉണങ്ങണം, വറ്റി വരളുകയാണ്. നമുക്ക് പരീക്ഷാ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ഉത്തരം അറിയാത്ത ചോദ്യം കാണുമ്പോൾ ഒരു വരൾച്ച ഉണ്ടാവില്ല, അതുപോലെ വരൾച്ച ഉണ്ടാവുകയാണ്. വേപധുശ്ച ശരീരേമേ, എൻ്റെ ശരീരത്തിൽ വിയർപ്പ് പൊടിയണു. രോമഹർഷശ്ച ജായതയ, എന്തെന്നില്ലാത്ത കുളിര് പോലെ രോമം എടുക്കുകയാണ്, ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവുകയാണ്. ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത്, എൻ്റെ കയ്യിൽ നിന്ന് ഈ വലിയ വില്ല് വഴുതിപ്പോകുന്നു. കൈയുടെ ഉള്ളംകൈ വേർക്കുക, അതറിയാലോ, ടെൻഷൻ വരുമ്പോൾ ഉള്ളംകൈ വേർക്കുക. നമ്മളെന്തെങ്കിലും കുരുത്തക്കടക്ക് ഒപ്പിച്ചിട്ട് അച്ഛൻ വടിയുമായിട്ട് ഇങ്ങോട്ട് വാർന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ഉള്ളംകൈയും കാലിൻ്റെ ഉള്ളിലൊക്കെ വേർക്കും, പേടി കാരണം. ഗാണ്ഡീവം ശ്രംസതേ ഹസ്ത ത്വക്ചൈവ പരിദഹ്യത്തെ, ദേഹം ചുട്ടുപൊള്ളുന്നു. ഓരോ രോമകൂപത്തിലും ഇങ്ങനെ. നോക്കൂ, വ്യാസാചാര്യർ ഒന്നാന്തരം സൈക്കോളജിസ്റ്റാണ്. ഒരു മനുഷ്യന് മാനസിക വ്യഥ അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം സയൻസ് അത് കാണിക്കുമെന്ന് വ്യാസാചാര്യർ കൃത്യമായി ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ത്വക്ഷൈവ പരിദഹ്യ, തൊലി ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുന്നു, ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്നൊരു ടെൻഷൻ കാരണം. നച ശക്നോമി അവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ, എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് ശക്തിയില്ല. നച്ച ശക്നോമ്യ അവസ്ഥാതും, എനിക്ക് കഴിയില്ല, എൻ്റെ ശക്തി ചോർന്നു പോകുന്നു കൃഷ്ണ. ഇനിയോ നിമിത്താനിജ പശ്യാമി വിപരീതാനി കേശവ, ഞാൻ മാത്രമല്ല കൃഷ്ണ, ഞാൻ വിപരീത നിമിത്തങ്ങൾ കാണുന്നു. നമ്മൾ തോൽക്കും, എല്ലാം നശിക്കും, എല്ലാം നാശത്തിനാണെന്ന നെഗറ്റീവായിട്ടുള്ള നിമിത്തങ്ങൾ, ദുർനിമിത്തങ്ങൾ, ഞാൻ വിപരീത നിമിത്തങ്ങൾ, ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു എന്ന് ശ്രീകൃഷ്ണനോട് പറയുകയാണ്. എരിയാണ്, ദേഹം എരിയുകയാണ്. തേരിൽ നിന്ന് എനിക്ക് തേരിലിരിക്കാൻ പോലും പറ്റും, ഞാൻ തേരിൽ നിന്ന് താഴെ വീണു പോകും തോന്നുകയാണ്. അങ്ങനെ മനസ്സിളകി ചുറ്റി മറിയുകയാണ്. ഭ്രമതീവ, മനസ്സിങ്ങനെ ചുറ്റുകയാണ്. വീലിംഗ്, മൈൻഡ് വീലിംഗ്, തല ചുറ്റുന്ന പോലെ തോന്നുകയാണ്. മനസ്സിങ്ങനെ ഭ്രമിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല, വിപരീത നിമിത്തങ്ങൾ ഞാൻ കാണുന്നു എന്ന് പറയുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അർജുനനല്ലേ ശരിയെന്ന്. പക്ഷേ
മുന്നോട്ട് പോകും തോറും അർജുനൻ ഏതവസ്ഥയിൽ നിന്നാണ് ഒളിച്ചോട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. നമ്മളും പലപ്പോഴും എങ്ങനെയാണ് ജീവിതം ഏറ്റവും ശക്തമായ ചില പരീക്ഷണങ്ങളെ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. നമുക്ക് ശ്രീകൃഷ്ണൻ എന്നൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ, ഒരു ആചാര്യനുണ്ടെങ്കിൽ ഒരിക്കലും നാം പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.